വൃത്തികെട്ടവൻ, ആഭാസൻ, പല്ലില്ലാത്തവൻ. എഴുന്നേക്കടോ. എന്താ സാറേ? എടോ അതെന്റെ കസേരയാണ്. സാറിന്റെ കസേരയോ? എന്നാ സാർ ഇരുന്നാട്ടെ, ഞാൻ ആ കസേരവരെ കസേരക്ക് ഇരിക്കും. വൃത്തികെട്ടവൻ. താനതിലിരിക്കണ്ട, നിന്നാ മതി. എന്നാ എന്റെ കൂടെ കസ്റ്റഡിയിലെടുത്ത കസേര വെളിയിൽ കിടപ്പുണ്ട്, അതും കൂടെ എടുപ്പിച്ചാലോ? സാർ ആ പോലീസിൽ നിന്ന് വിളിച്ചേ. താനതിലിരിക്കണ്ട, നിന്നാ മതി. സ്വന്തം കസേരയിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ രാജ്യത്ത് നിഷേധിക്കുകയാണോ സാറേ? അതൊക്കെ പോട്ടെ, എന്താ അതിന്റെ പേര്? രാമോരമ്മോൻ. ഓ, മോനെ എന്ന് വിളിക്കാനുള്ള ഒരു പ്രായമായി. എടോ, തന്നെ പറ്റി ഒരുപാട് കോംപ്ലിമെന്റ് എനിക്ക് തെറ്റി. കൊടുക്കട്ടെ തലക്കിട്ടൊന്ന്. എടോ, ഒരുപാട് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന്. എന്നെ കുറിച്ചോ? കംപ്ലൈന്റോ? അത് ഒരുപാടോ? നല്ല കഥയായി. നല്ല കഥയാണ്. താൻ പോയി സിനിമയുടെ ധിക്കാരി, ആഭാസൻ, കശ്മല്ലൻ. അതൊക്കെ പോട്ടെ, തനിക്ക് ഈ സിനിമ അടി വരെ അറിയോ? അറിയുമോന്നോ? ഭാവന, കാവ്യമാധവൻ, പിന്നെ ജ്യോതിർമയി, രംഭ, ഖുശ്ബു, പിന്നെ നമ്മുടെ കാവ്യനായിരിക്കോ? എടോ, കാവ്യനായരല്ല, കാവ്യമാധവൻ. കാവ്യമാധവൻ. അതൊക്കെ പോട്ടെ. എടോ, ഈ കാവ്യമാധവന്റെ മുടി ഒറിജിനലാണ്. ഒറിജിനലാണോന്നോ? നല്ല നീലി പ്രങ്കാരിയൊക്കെ തേച്ച് നല്ല പനങ്കൊല പോലത്തെ മുടിയല്ലയോ? കണ്ണൂർ ജില്ലായിരിക്കില്ല. വലിയ കണ്ണെങ്ങനെയാ കൊച്ചിന്റെ കണ്ണു ഓർഞ്ഞില്ല. അത് കിടത്താടോ ബാലരമ, നശിപ്പിച്ചോ കശ്മല്ലൻ. ആ കൂട്ടത്തിൽ തനിക്ക് എത്ര വയസ്സായിടോ? എനിക്കോ? എനിക്ക് അത്രയ്ക്ക് വയസ്സൊന്നും ആയിട്ടില്ലെന്ന്. എനിക്കൊരു 50, 55, 55, 56 വയസ്സായി കാണും. കള്ളം പച്ച. പച്ച കള്ളന്ന്. എഴുന്നേക്കടോ. നമുക്ക് കാവ്യമാധവൻ. എടോ, എഴുന്നേക്കാൻ. എടോ, തന്നെ കണ്ടിപ്പോ ഒരു 70 വയസ്സ് പ്രായം തോന്നിക്കും. എടോ, ഈ പ്രായത്തിലും വഴിയെ പോകുന്ന പെമ്പിള്ളേർ നോക്കി കമന്റ് അടിക്കാൻ ആരാടോ തനിക്ക് ലൈസൻസ് തന്നത്? അയ്യോ, ആരും തന്നില്ല. കമന്റ് അടിക്കുന്ന ലൈസൻസ് വേണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇനി ഞാൻ എടുത്തോളാം കേട്ടോ. ധിക്കാരം കണ്ടില്ലേ, സാമൂഹ്യ വിരുദ്ധന്റെ. എടോ, ഈ സ്റ്റേഷൻ അതിർത്തിപ്പെട്ട സകല കമന്റ് അടികളും നിങ്ങളാണ് സത്യം. നിങ്ങളുടെ തലയിൽ ഞാൻ കെട്ടിവെക്കും. യോ, ഞാൻ ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ആദ്യമായിട്ട് കാല് കുത്തുക. പിന്നെ സാറ് പറഞ്ഞ പോലെ എനിക്ക് കമന്റ് അടിക്കാനൊന്നും അറിയത്തില്ല സാറേ. തന്നെ ഗ്ലാസും കൂരി. ഗ്ലാസ് അങ്ങോട്ട് ഒറ്റടി. ഗ്ലാസ് ഊരടോ. ഞാൻ കേട്ടത് കളസ് ഊരാണെന്നാ. അയ്യോ, ഇനി താനൊന്ന് കമന്റ് അടിച്ചു കാണിച്ചേ. ഒരു പെൺകുട്ടി ഇതിലെ കടന്നു പോകുന്നതായി സങ്കല്പിച്ച് ഒന്ന് കമന്റ് അടിച്ചു കാണിച്ചേ. താനെന്താ മിടിച്ചിരിക്കണത്? കമന്റ് അടിക്കടോ. പെൺകുട്ടി വരട്ടെ, പെൺകുട്ടി വരട്ടെ. ഞാൻ ഒരു പെൺകുട്ടിയാണെന്ന് കരുതി താനൊന്ന് കമന്റ് അടിച്ചേ. അയ്യേ, ഇങ്ങനെ നടന്നു പോവാ. ഇങ്ങോട്ട് നോക്കടോ. ചെരിപ്പുരിയ ഒറ്ററിയ കമന്റ് അടിക്കടോ. രണ്ട് കണ്ണോടിച്ചാണോ കമന്റ് അടിക്കണത്? ഒന്നും മിണ്ടാതിരിയടോ. ഞാൻ കോടതി വരുവോ? ഞാനൊന്നും ചെയ്തില്ലല്ലേടോ. കരയില്ലടോ. ഓ, എന്റെ പ്ലീഹയൊക്കെ കാണുവേ. പ്ലീഹയൊക്കെ എനിക്കുണ്ടല്ലേടോ. താനെന്താ ഇടിച്ചോ? ഇടിക്കടോ. ഒന്ന് ഇടിക്കടോ. എന്നെ ഇരിക്കടോ. എന്റെ പ്ലീഹ അലക്കില്ലോ. എന്താ സാറേ, എന്തു പറ്റി? എന്റെ പോലീസേമാന്റെ ഈ ഇൻസ്പെക്ടർ സാറിന്റെ അടിപൊളി ചവിട്ട്. ദൈവദോഷം പറയരുതിട്ടാ, പാപം കിട്ടും. എന്റെ പൊന്നു ശശി, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. നോക്കിക്കോ, ഞാൻ മനുഷ്യാവകാശ കമ്മീഷനോട് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്തായാലും സാർ ഈ വയസ്സിന്റെ അടിവയറ്റ് ചവിട്ടിയത് ഒട്ടും ശരിയാണ്. നിന്നാണ് ശശി. എന്റെ രണ്ട് കണ്ണ് ദൃഷ്ടിയാണ്. ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് സത്യം ശശി. ഞാനൊന്നും ചെയ്തിട്ടില്ല. പോലീസ് സാറേ, ഈ ഇൻസ്പെക്ടർ ചെയ്തു. ഈശ്വര, നിന്റെ നാക്ക് താന്നു പോയുള്ളൂ. എടോ, ഞാനെപ്പ ചവിട്ടി? സാറ് ചവിട്ടിട്ടുണ്ടെങ്കിൽ അതൊട്ടും ശരിയായിട്ട്. ശരിയായില്ലേ പിന്നെ താൻ കൊടുക്ക്. അത് പിന്നെ പറഞ്ഞാ പോരെ. എനിക്കിപ്പോ നിന്റെ രോഗപ്രദത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാലോ. അയ്യോ സാറേ, ചതിക്കല്ലേ. ചതിക്കടോ, ഞാൻ ചതിക്കും. താൻ എന്നെ ആദ്യം പേടിപ്പിച്ചല്ലേ അല്ലേ? ഞാൻ ചതിക്കേണ്ടെന്നുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്, ഒരു 5 രൂപയുടെ മഞ്ച് മേടിച്ചെന്നാ മതി. മഞ്ച്? അയ്യോ, അയാളെവിടെ?
എടോ 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 പോവാലോ. ഓട്ടാക്കൂലി കേട്ടോ. അപ്പൊ ഹലോ, ഇവിടെ 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 ഉണ്ടായിരുന്നു പുറകെ കണ്ടില്ലാത്തോണ്ട് ഞാൻ ആ, ഇവിടെ കണ്ടില്ല ഉണ്ടായിരുന്നു. അല്ല, എവിടെ പോയിരുന്നു? എന്റെ ഒരു പരിചയ പരിചയ അല്ല ഒരു പരിചയക്കാരനെ കണ്ടു. അവൻ ക്ഷണിച്ചപ്പോ കൂടെ പോയി. ഏത് പരിചയക്കാരൻ? രാജേഷ് രാജ? രാജേഷ് ഖന്ന എന്റെ കൂടെ പഠിച്ച SI പഠിച്ചത്. അപ്പൊ പുള്ളി റിട്ടയർഡ് ആയില്ലേ? അല്ല, ഞാൻ പഠിപ്പിച്ചെടുത്ത SI ആക്കിയ ആളാ. എന്താ കസേരയൊക്കെ ആയിട്ട് അവിടെ? എടി മണ്ടി, പോലീസ് സ്റ്റേഷനിൽ SIക്കും പോലീസുകാർക്കും റൈറ്റർക്കും ഒക്കെ ഇരിക്കാൻ കസേരയേ ഉള്ളൂ. പ്രതികളെ ഇരുത്തുവോ? അല്ലല്ല, ഫ്രണ്ട്സിനെ ഇരുത്തുവോ? അപ്പൊ നമുക്കിരിക്കണ കസേര നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഞാൻ ബുദ്ധിപരമായിട്ടൊരു കസേരയായിട്ട് ചെന്നു, അന്തസ്സായിട്ട് അവിടെ ഇരുന്നു. അതെന്തായാലും നന്നായി. എന്നിട്ട് ഫ്രണ്ടിനെ ഇരുത്തിയോ? ഇരുത്തി. അതെ, എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് വേണം പോവാൻ. എടി, എന്റെ വീട്ടിൽ നിന്ന് എവിടെ പോണോ, എപ്പോ തിരിച്ചു വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എങ്ങനെ അങ്ങനെ ആരുടെ വീട്? എന്റെ വീട്. കുട്ടു മോള് എവിടെ? പിള്ളാരെ കാണുന്നില്ലല്ലോ. കുട്ടു മോള് എന്റെ രാജേഷ് കണ്ടേ. മക്കളെ, കുട്ടു മാളു മക്കളെ, അപ്പൂപ്പൻ വന്നടി മക്കളെ. അയ്യോ, ഒരു ഐസ്ക്രീം ഇവിടെ. എന്റെ ദൈവമേ, ഒരു ഐസ്ക്രീം എവിടെ? എന്റെ ദൈവമേ, എന്നിട്ട് എഴുതിപ്പിക്കരുത്. എവിടായാലും ഞാൻ കണ്ടുപിടിക്കും. ഒളിച്ചിരിക്കരുത് ഞാൻ പറഞ്ഞേ. എന്നെ കസേര എടുത്ത് അങ്കിൾ, പുറത്തിട്ട്. അകത്ത് ആരോ ഉണ്ട്. കള്ളനാൻ തോന്നുന്നു. കള്ളനോ? എവിടെ? വാ വാ, അങ്കിൾ വേഗം. ഇവിടെ വാ. മോള് പോയി ഒരു വടി എടുത്തോണ്ടോ. ഇതാ വടി. കൂടെ വന്നു. ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാ. ഇതോ? എവരുടെ അപ്പൂപ്പനാ ഞാൻ? രാമോരമ്മോൻ. കുരുത്തം കെട്ടവൻ. അമ്മാവൻ എന്തിനാ ഇതിനകത്ത് വലിഞ്ഞേറിയത്? വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. ഇതെന്റെ വീടാ. എന്റെ മരുമോൻ പപ്പം വാങ്ങിയ വീട്. മക്കളെ, നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു ഐസ്ക്രീം ഇതിന്റെ കീഴിൽ എങ്ങാണ്ട് പോയി. അത് നോക്കിയതാ അപ്പൂപ്പൻ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. മുതുകടിച്ചു കൊടുത്തിട്ട് അറിഞ്ഞില്ലെന്നോ? അങ്കിളിന് ഒരു അബദ്ധം പറ്റിയതാ അപ്പൊ ക്ഷമിച്ചേരെ. ആഹാ, ഈ ഊശാൻ താടിക്കാരൻ മനഃപൂർവ്വം എന്നെ അടിച്ചതാ, അറിയാമോ? അയ്യോ, സത്യമായിട്ടും അല്ല.
ഇനി ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിലും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടത് അങ്കിൾ ചെയ്തെന്ന് വിചാരിച്ചോ. മക്കളെ എന്റെ ഐസ്ക്രീം ഒക്കെ നന്നാകത്ത ഇതുകൊണ്ടടി എടോടി എല്ലാം കൂരി. നല്ല അപ്പൂപ്പൻ. എന്താ ഇത്ര ആലോചന? നാളെ വെളുപ്പിന് ഒരു സ്ഥലം വരെ പോണം. തങ്കപ്പന്റെ കെയർ ഓഫില് ഒരാളുടെ കയ്യിന്ന് കുറച്ച് പണം സംഘടിപ്പിക്കണം. തങ്കപ്പനൊന്നും ഒരു ഹെൽപ്പും ചെയ്യില്ല അശോകേട്ടാ. ആദ്യം പപ്പന് കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണം. പലിശക്കാരെ കൊണ്ട് നിൽക്കാൻ വയ്യാതെ അവിടുന്ന് മുങ്ങി ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇവിടെയും രക്ഷയില്ലെന്ന് വെച്ചാൽ ഗൾഫിലുള്ള കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം ചോദിക്ക്. അത് ശരിയാവില്ല. എത്ര പണത്തിന് ബുദ്ധിമുട്ട് വന്നാലും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങരുത്. പിന്നെ എന്ത് ചെയ്യും അശോകേട്ടാ? എന്തെങ്കിലും ഒരു വഴി തെളിയും. പോയ കാര്യം എന്തായി അശോകേട്ടാ? അത് നടക്കില്ല. പണം റെഡിയാണ്, പക്ഷേ പലിശ താങ്ങാൻ പറ്റില്ല. എന്നാ ഞാൻ നടപ്പുള്ള ഒരു കാര്യം പറയാം. എന്റെ പേരിലുള്ള വീടും പറമ്പും പണയം വെച്ച് കുറച്ച് കാശ് സംഘടിപ്പിക്കാം. അത് വേണ്ട. പ്രോപ്പർട്ടി എന്ന് പറയാൻ നമുക്ക് ആകെ ഉള്ളത് അത് മാത്രമാണ്. അതും കൂടി കൈവിട്ട് പോയാൽ നമ്മൾ വഴിയാതരാവും. ഇതല്ലാതെ വേറെന്താ മാർഗം? അയാൾക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ കണ്ടല്ലോ പുകില്. ദേ സംഗതി ഇതിനേക്കാൾ വഷളാവും. നീ പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്തു വഴി? പെരുവഴിയോ? അതല്ലടോ, നമുക്ക് പപ്പന്റെ കുട്ടികളെ കമ്പനി അടിക്കാം. ആ കുട്ടികളുമായി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുത്താൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. പിന്നെ ആ കുട്ടികളെ കൊണ്ട് പലിശയ്ക്ക് നിന്ന പണം വേണ്ടെന്ന് പറയിക്കുമായിരിക്കും. ഒന്ന് പോ അശോട്ടാ അവിടുന്ന്. വേണ്ടി വന്ന അവരെ കൊണ്ട് അതും പറയിക്കും. ആദ്യം നമ്മൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പപ്പൻ അവന്റെ കുട്ടികൾ എന്ന് വെച്ചാൽ ജീവന. ആ കുട്ടികൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം നമുക്ക് മുതലാക്കാം. എങ്ങനെ? അതൊക്കെ ഉണ്ട്. നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അശോകേട്ടാ, ഞാൻ പാടിയുള്ള അവസ്ഥ അറിയാലോ അശോകേട്ടന്. ദേ ഇപ്പൊ ആ പിള്ളേർക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. അത് നമ്മോടൊരു വെറുപ്പായി തീരും. എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നേ? അതുകൊണ്ടല്ലേ CD സംഘടിപ്പിച്ചോണ്ട് വന്നത്. അശോകേട്ടൻ, നീ പാട്ടിനകത്ത് ചുണ്ടനയ്ക്കാൻ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഇട്ടു. ഇത് കുളമാവും. ഒരു കുളം ആകത്തില്ല. നീ ഒന്ന് തയ്യാറായിക്കേ. റെഡി റെഡി. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ.
എന്തായി? അശോട്ടാ, success. Success ആയോ? അടുത്ത പാട്ട് വെക്ക്. Ready ആയി. കണ്ടോ, ഇതാണ് കുട്ടികളുടെ മനസ്സ്. എത്ര പെട്ടെന്നാണ് അവരടുത്തത്. ഇനിയിപ്പോ പപ്പനും ഭാര്യയും വന്ന കുട്ടികൾ അവർക്കൊപ്പം പോവോന്ന സംശയം. ഒരു വീടായാൽ ഇതുപോലെ കുഞ്ഞുങ്ങൾ വേണം. കുറഞ്ഞത് ഒരു 8-10 എണ്ണമെങ്കിലും. അപ്പോ മഹാവീരൻ തന്നെ നിങ്ങളുടെ അപ്പൂപ്പൻ. എന്തായാലും ഇനി അപ്പൂപ്പനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടേ. പക്ഷെ എങ്ങനെ? മോൻ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൂപ്പനെ ഓടിക്കാനുള്ള വിദ്യ എൻ്റെ കയ്യിലുണ്ട്. ആ കൊച്ചുണ്ടാപ്പയ്ക്ക് വെച്ചത് പാലാന്ന് തോന്നുന്നു. നല്ല രുചി. ഇനി സുഖമായിട്ടും ഉറങ്ങണം. എന്നിട്ട് അതിരാവിലെ എഴുന്നേറ്റ് വന്ന് ഈ പഴവും കടങ്ങ് തിന്നാം. അത് വേണ്ട, ഇവിടെ വെച്ചിരുന്നാൽ ആ കുട്ടിക്കുരങ്ങന്മാർ വന്ന് ഇത് കൈകാര്യം ചെയ്യും.
ഒരെണ്ണം കൂടെ കടിച്ചാലും അല്ലെങ്കിൽ വേണ്ട. അതിന് അവരെന്നെ തിന്നാം. ദൈവമേ.